അസ്സലാമു അലൈക്കും. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത മക്കളുടെ വിവാഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം ഹിളർ നബിൻ്റെ പേരിൽ 3 യാസീൻ ഓതുക. ശേഷം 101 സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ മനസ്സിൽ മുറാദ് വെക്കുക. നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയം എന്ന് പറഞ്ഞാൽ മഗ്‌രിബിൻ്റെ സമയത്തിന് ശേഷം, നിസ്കാരത്തിന് ശേഷം ആ റൂമിൽ ആ ഓതുന്ന വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തികളും പാടില്ല. കിബിലക്ക് മുന്നിട്ടായിരിക്കണം, വുളു ഉണ്ടായിരിക്കണം. ആരോടും ഇത് തുറന്നു പറയാനും പാടില്ല. മനസ്സിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഇത് ദുആ ചെയ്യണം വേണം. ഒരാളോട് ഇത് പറയരുത്, ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പോലും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വെള്ളിത്തകിട് വാങ്ങുക. വെള്ളിത്തകിട് വാങ്ങിയിട്ട് ഇതിൽ കൊടുത്ത കളങ്ങൾ അതിലേക്ക്, ഇതൊക്കെ ഓതിയതിന് ശേഷം നിങ്ങൾ അതിലേക്ക് എഴുതിയെടുത്തിട്ട് ചെറുതായി മടക്കി ഏലസിൻ്റെ അകത്താക്കിയിട്ട് ചരടിൽ കോർത്ത് ഇവരുടെ അരയിൽ കെട്ടിക്കൊടുക്കുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. 120 ദിവസം കൊണ്ട് ഇവർക്ക് നല്ല അനുയോജ്യമായ, ഒന്നുകിൽ പെണ്ണാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആണാണെങ്കിൽ ആരാണോ നിങ്ങൾ ആഗ്രഹിച്ച, മോളതാണെങ്കിൽ മോക്കൊരു ഭർത്താവ്, മോൻക്കാണെങ്കിൽ മോൻക്ക് അനുയോജ്യമായ ഒരു പെണ്ണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അവരെ അരയിൽ കെട്ടിക്കൊടുക്കുക. നിങ്ങൾ മനസ്സിരുത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ ഫലം കാണുക തന്നെ ചെയ്യും. അപ്പം ഇതൊക്കെ അതിൻ്റെതായ ഒരു വൃത്തിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ദുആ ചെയ്യണം. വീണ്ടും പറയുകയാണ്, ഹിളർ നബിൻ്റെ പേരിൽ 3 യാസീന്, 101 സ്വലാത്ത്. കല്യാണം നടന്ന് എന്ന് ഉറപ്പ് വന്നാൽ, ഇപ്പോൾ നാളെയാണ് വിവാഹം ഡേറ്റ് കണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം അരയിൽ നിന്ന് ഈ ഏലസ് അയച്ച് മാറ്റിയിട്ട് അത് ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് കളയണം. അത് പിന്നെ അരയിൽ കെട്ടാൻ പാടില്ല. നമ്മളെ മക്കളെ കല്യാണം നടന്ന് കാണേണ്ടത് അത്യാവശ്യമാണല്ലേ. അതോരോ വയസ്സ് ഏറുന്തോറും നമുക്കൊരു സമാധാനക്കേടാണ്. ഇത്രയും ആയല്ലോ, നമ്മളെ മക്കൾക്ക് ഒരു നല്ലൊരു ബന്ധം വന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ വിവാഹം പെട്ടെന്ന് നടക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് പുറത്ത് ആരോടും പറയാതെ രഹസ്യമായിട്ട് ചെയ്യാം. നടന്നു കഴിഞ്ഞ് കല്യാണം നടക്കുമ്പോൾ മാത്രം തലേന്ന് ആ സാധനം എടുത്ത് അയച്ചു മാറ്റും. അതുവരെ അവർ അരയിൽ കിടന്നോട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ എല്ലാവരുടെ വിവാഹം ഒത്ത് അള്ളാഹു എത്തിച്ചു തരട്ടെ.